ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്വർഗാരോപിതയായ പരിശുദ്ധ മറിയത്തെക്കുറിച്ചാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപിത തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് ആഗസ്റ്റ് 15-നാണ്. നമ്മൾ ആ തിരുനാളിനോട് അടുത്ത് വരികയാണ്. പരിശുദ്ധ മറിയം എത്രയോ വലിയ കാര്യങ്ങളാണ് മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം. ദൈവപുത്രനെ ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു ഭാഗമായി തീർന്ന പരിശുദ്ധയാണ് പരിശുദ്ധ മറിയം. ഈ മറിയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും തോറും കർത്താവിൻ്റെ ചൈതന്യത്തിലേക്കും കൃപയിലേക്കും നമ്മൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ മറിയത്തെക്കുറിച്ച് മാറ്റപ്പെടാത്ത 4 സത്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. 4 ഡോഗ്മാസ്. പരിശുദ്ധ മറിയം അമലോത്ഭവയാണ്. പരിശുദ്ധ മറിയം നിത്യകന്യകയാണ്. പരിശുദ്ധ മറിയം ദൈവ മാതാവാണ്. പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ്. ഈ 4 ദൈവിക സത്യങ്ങളെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ നമ്മളെയും ആ ചൈതന്യത്തിൽ ദൈവം പങ്കുകാരാക്കുകയാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഈശോയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അനേകം വിശുദ്ധർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തൊരു സത്യമുണ്ട്. പരിശുദ്ധ മറിയത്തെ നമ്മൾ അറിയും തോറും ഈശോയിലേക്ക് നമ്മൾ അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ആ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് അറിയാം. എന്താണ് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണം എന്ന് പറയുന്നത്? ആദ് സെസുമറെ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് അത് അസംഷൻ എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടത്. തന്നിലേക്ക് തന്നെ സ്വീകരിക്കുക, മുകളിലേക്ക് എടുക്കപ്പെടുക എന്നതാണ് ഈ പദത്തിൻ്റെ അർത്ഥം. തന്നിലേക്ക് തന്നെ സ്വീകരിക്കുക. ദൈവം ദൈവത്തിലേക്ക് തന്നെ സ്വീകരിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. മുകളിലേക്ക് എടുക്കപ്പെടുക, ആത്മശരീരങ്ങളോടുകൂടി പരിശുദ്ധ മറിയത്തെ ദൈവം സംവഹിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസ സത്യത്തിൽ പ്രഖ്യാപിക്കുകയാണ്. മാതാവ് ദൈവശക്തിയാൽ ആത്മശരീരങ്ങളോട് കൂടി സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതാണ് സ്വർഗാരോപണം എന്ന വാക്കിന് ദൈവശാസ്ത്രപരമായ അർത്ഥം. പരിശുദ്ധ മറിയം ആത്മശരീരങ്ങളോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. കാരണം ദൈവപുത്രന് ജന്മം നൽകിയവളാണ്. നിത്യമായ കന്യകയാണ് പരിശുദ്ധ മറിയം. ഈശോയെ പ്രസവിക്കുന്നതിന് മുമ്പും ഈശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരുന്നപ്പോഴും ഈശോയെ പ്രസവിച്ചതിന് ശേഷവും നിത്യ കന്യകയാണ് എന്നുള്ള ആത്മീയ സത്യം പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ആ പരിശുദ്ധ മറിയത്തെ നിത്യകന്യകയായിട്ട് വിശേഷിപ്പിക്കുക. അതുപോലെ തന്നെ ഉൽപ്പത്തി 3:15 ദൈവത്തിൻ്റെ ആദ്യത്തെ വചനപ്രഘോഷണം ആണ്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, നീ അവൻ്റെ തല തകർക്കും, അവൻ നിന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കാരണം ആദിയിലെ ദൈവത്തിൻ്റെ ആ വചനപ്രഘോഷത്തിൽ പരിശുദ്ധ മറിയത്തെക്കുറിച്ചും ദൈവപുത്രനായ ഈശോയെക്കുറിച്ചും ദൈവം പ്രഖ്യാപിക്കുകയാണ്, ദൈവം പ്രഘോഷിക്കുകയാണ്. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അമർത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നേക്കും ജീവിക്കുന്നവനായിട്ട് ദൈവത്തോട് ചേർന്നു നിൽക്കുവാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് മനുഷ്യനെ. ദൈവത്തിൻ്റെ അതേ ഛായ, അതേ സാദൃശ്യം, ആ സ്വാതന്ത്ര്യം, എല്ലാത്തിൻ്റെ മേലുമുള്ള മനുഷ്യന് ദൈവം കൊടുത്ത അധികാരം, ഇതിനെല്ലാം വേണ്ടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. തിന്മ അവിടെ പ്രവേശിച്ചത് മൂലം മരണം അവിടെ പ്രവേശിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സാത്താൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു എന്നാണ് പറയുക. ഈ ഒരു സാത്താൻ്റെ അസൂയുണ്ട്, അതിനെ കീഴ്പ്പെടുത്തിയത് നമുക്കറിയാം പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ എളിമയിലൂടെ, അനുസരണത്തിലൂടെ, വിശ്വസ്തതയിലൂടെ പരിശുദ്ധ മറിയം തിന്മയുടെ തല തകർത്ത് ദൈവപുത്രനെ ഭൂമിയിൽ അവതരിപ്പിക്കുവാൻ വേണ്ട യോഗ്യത പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തു. ദൈവപുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ അത്രമാത്രം ദൈവത്തിൻ്റെ മുൻപിൽ ഇല്ലാതായവളാണ് പരിശുദ്ധ മറിയം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അന്നത്തെ കാലത്ത് യഹൂദ നിയമം അനുസരിച്ച് അവിവാഹിതയായ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും കല്ലേറുകളും അപമാനങ്ങളും സന്തോഷപൂർവ്വം സർവശക്തനായ ദൈവത്തിന് വേണ്ടി സഹിച്ചവളാണ് പരിശുദ്ധ മറിയം. ആ മറിയം നിശബ്ദയായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ
വിശുദ്ധ യൗസേ പിതാവിന് ദൈവിക രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദൈവപുത്രനായ ഈശോയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു എന്നെല്ലാം നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. കാരണം സകല പ്രവാചകന്മാരോടും പ്രവചിച്ച് ആ പൂർത്തീകരണം പരിശുദ്ധ മറിയത്തിലൂടെ ദൈവം പൂർത്തിയാക്കുകയാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടി എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ, എപ്പോഴും നമ്മോട് കൂടെയായിരിക്കുന്ന ആ ദൈവം, അതാണ് ഇന്നും നമ്മോടൊത്ത് നമ്മളെ സ്നേഹിക്കുവാനും നമ്മളെ സ്വന്തമാക്കുവാനും സത്യത്തിലും നീതിയിലും നമ്മളെ വളർത്തുവാനും ആഗ്രഹിക്കുന്ന ആ സത്യദൈവം പരിശുദ്ധ കുർബാനയായിട്ട് ഒന്നും ഇല്ലാതെയായിട്ട് മനുഷ്യനോടൊപ്പം ഇറങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് ഇമ്മാനുവേൽ എന്ന അർത്ഥമുള്ള പേരിലാണ് യേശു അറിയപ്പെടുക. അപ്പോൾ നമുക്ക് ഈ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ മറിയത്തിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാം. ബാറൂക്ക് പ്രവാചൻ്റെ പുസ്തകം 3-ാം അധ്യായം 29 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത്? സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചത് ആര്? തനി സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും? അവളുടെ അടുത്തേക്കുള്ള മാർഗം ആർക്കും അറിവില്ല, ആ മാർഗത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരുമില്ല. എന്നാൽ എല്ലാം അറിയുന്നവൻ അവളെ അറിയുന്നു. അവിടുന്ന് അവളെ തൻ്റെ അറിവ് കൊണ്ട് കണ്ടെത്തി. എന്നേക്കുമായി ഭൂമിയെ സ്ഥാപിച്ചവൻ അത് നാൽക്കാലികളെ കൊണ്ട് നിറയ്ക്കുന്നു. അവിടുന്ന് പ്രകാശമയക്കുന്നു, അത് പോകുന്നു. അവിടുന്ന് വിളിച്ചു, ഭയത്തോടുകൂടി അത് അനുസരിച്ചു. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്ന് പറഞ്ഞ് തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. അവിടുന്നാണ് നമ്മുടെ ദൈവം, അവിടുത്തോട് തുലനം ചെയ്യാൻ ഒന്നുമില്ല. ഇതിലെല്ലാം പറയുന്നത് എന്താണ്? ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരിക? ഏറ്റവും എളിമയുള്ളവരാണ് സ്വർഗത്തിൽ കയറി മേഘത്തിൽ നിന്ന് അവളെ പിടിച്ച് ദൈവത്തെ താഴേക്ക് കൊണ്ടുവന്നത് പരിശുദ്ധ മറിയമാണ്. ഭാഷ്യൻ്റെ പുസ്തകം 35-ാം അധ്യായം 21-ാം തിരുവചനത്തിലാണ് വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു, കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അത് സ്വസ്ഥനായിരിക്കുകയില്ല എന്ന് പറയുക. ഈ മേഘങ്ങൾ തുളച്ചു കയറുക എന്ന് പറയുമ്പോൾ സകലമാന തിന്മകളെയും ദുഷ്ടതയെയും സാത്താൻ്റെ കുടില തന്ത്രങ്ങളെയും പൊട്ടിച്ച് അതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനതയാക്കി എടുക്കുക, ദൈവത്തെ സ്വന്തമാക്കുന്നവനായി മാറുക എന്നുള്ളതാണ്. ദാനിയേൽ പ്രവാചൻ്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ നിമിഷം മുതൽ ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയെന്നാണ് ദൈവദൂതൻ ദാനിയേലിനെ വന്ന് അറിയിച്ചത്. തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ ഹൃദ്യമായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ലോകത്തിലുള്ള അരൂപിയെ അഥവാ തിന്മയുടെ ശക്തിയെ നമുക്ക് കീഴ്പ്പെടുത്തുവാനും അതിലൂടെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനും സാധിക്കുക. പരിശുദ്ധ മറിയം അതാണ് ചെയ്തത്. ആരാണ് സ്വർഗത്തിൽ കയറി അവളെ പിടിച്ച് മേഘത്തിൽ നിന്ന് താഴെ കൊണ്ടുവരുന്നത്? അതിനുശേഷം പറയുകയാണ്, സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചത് ആരാണ്? ഈ ആത്മീയമായ സമുദ്രം ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പോയി ഈശോയെ സ്വന്തമാക്കി ഈശോയാകുന്ന ജീവജലത്തിൻ്റെ അരുവിയെ കണ്ടെത്തി സമുദ്രം കടന്ന് അവളെ കണ്ടുപിടിച്ചതാരാണ്? ദൈവത്തിൻ്റെ ഒരു അരുവിയുണ്ട്. ആ അരുവി, ആ സമുദ്രം കടക്കുവാൻ തക്കവിധം പരിശുദ്ധ മറിയം അത്യുന്നതനായ ദൈവത്തിൻ്റെ മുൻപിൽ എളിമപ്പെടുകയാണ്. അതിലൂടെ ദൈവത്തെ കണ്ടെത്തുന്ന ഒരു പരിശുദ്ധ മറിയത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പറയാണ്, തനി സ്വർണം കൊടുത്ത് ആര് അവളെ വാങ്ങും? യഥാർത്ഥ സ്വർണം, ശുദ്ധി ചെയ്യപ്പെട്ട് ഉരുക്കി വാർക്കപ്പെട്ട ഒരു സ്വർണ്ണമാണ് തനി സ്വർണം. ആ സ്വർണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പൂർണ്ണ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം നമ്മൾ പരിപൂർണമായിട്ട് ദൈവത്തിന് അർപ്പിക്കുമ്പോൾ അവിടെ ദൈവത്തിന് വന്നിരിക്കുവാനും
ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഉപകരണമായിട്ട് മാറുവാനും നമുക്ക് സാധിക്കും. അതാണ് വിശുദ്ധര് എന്ന് പറയുമ്പോൾ ദൈവത്തിന് വസിക്കുവാനുള്ള ഒരു ഇടം നൽകിക്കൊടുക്കുന്നവനാണ് വിശുദ്ധന്. ദൈവത്തിന് ഈ ഭൂമിയിൽ വന്ന് വസിക്കണമെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ആ സ്ഥലം നമ്മളുടെ ഹൃദയമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 58-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. മനുഷ്യപുത്രന് തല ചായ്ക്കുവാനുമുള്ള ഇടം ഒരുക്കിക്കൊടുത്ത ആ പരിശുദ്ധ മറിയമാണ് ആത്മശരീര വിശുദ്ധിയോടുകൂടി ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടത്. ആ ദിവസമാണ് ഈ ദിവസം നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ പരിശുദ്ധ മറിയം പരിപൂർണ ഹൃദയം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് തനി സ്വർണം കൊടുത്ത് അവളെ വാങ്ങിയവളാണ്. ഇത് വരുമ്പോഴാണ് സകല സൃഷ്ടികളും ഇതാ ഞങ്ങൾ എന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ കർത്താവിൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ആ ഈശോ വന്ന് ജന്മം എടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നു. ഈ ദൈവമക്കളുടെ ആത്മീയ വെളിപ്പെടുത്തലിനെ ആകാംക്ഷാപൂർവം ദൈവത്തിൻ്റെ സൃഷ്ടികളെല്ലാം കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അന്തോനീസൊക്കെ ആത്മാവിൽ വചനം പറഞ്ഞപ്പോൾ മത്സ്യങ്ങൾ എല്ലാം ആ വചനത്തെ സ്വീകരിച്ചു. പരിശുദ്ധ പിതാവിൻ്റെ ചാക്രിയ ലേഖനത്തിനെല്ലാം ഈ പ്രകൃതിയോട് നമ്മൾ എങ്ങനെ നീതി പുലർത്തണം. നമ്മൾ പലപ്പോഴും കർത്താവിൻ്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തെ മലിനമാക്കുന്നുണ്ട്. പലതരത്തിലും പല പാപങ്ങളിലൂടെ, പല മുറിപ്പെടുത്തലുകളിലൂടെ, പല മാലിന്യങ്ങളിലൂടെ, അങ്ങനെ പല രീതിയിൽ കർത്താവിൻ്റെ സൃഷ്ടിയായി പ്രപഞ്ചത്തെ അശുദ്ധമാക്കുമ്പോൾ അവരും നെടുവേർപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ വിശുദ്ധരെല്ലാം ഈ സൃഷ്ടികളോട്, ദൈവ സൃഷ്ടികളോട് കരുണയും സ്നേഹവും കാണിക്കുന്നത് ആ ദൈവിക പദ്ധതികളുടെ രഹസ്യം അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് അവരെല്ലാം ആ പ്രകൃതിയോടും ദൈവിക ചൈതന്യത്തോടും ചേർന്ന് നിൽക്കുക. പരിശുദ്ധ മറിയത്തിൻ്റെ ആ ആത്മീയ സത്യങ്ങളിൽ ആത്മശരീര വിശുദ്ധിയോടു കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ്. മരണം കാണാതെ ഇരുന്ന ആളാണ് പരിശുദ്ധ മറിയം. കാരണം പാപം വരുമ്പോഴാണ് നമുക്ക് ആത്മീയമായ മരണം സംഭവിക്കുക. ഈ മരണം കാണാത്ത മനുഷ്യനുണ്ടോ എന്ന് സങ്കീർത്തകൻ ചോദിക്കുന്നുണ്ട്. സങ്കീർത്തനം 89-ാം അധ്യായത്തിൽ 48-ാം വചനത്തിൽ പറയുന്നുണ്ട്, മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ ആർക്ക് കഴിയും? അതിനു മുമ്പൊരു വചനം പറയുകയാണ്, കർത്താവെ എത്ര ഗൃസ്വമാണ് ആയുസ്സെന്നും എത്ര വ്യർത്ഥമാണ് അങ്ങ് സൃഷ്ടിച്ച മർത്യജീവിതമെന്നും ഓർക്കണമേ. മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ? ജീവനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്. ദാവീദ് പാപം ചെയ്തപ്പോൾ അവിടെ ഒരു മരണം സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ആത്മീയമായ മരണം. അതിലൂടെ ദാവീദ് അനുതപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് സങ്കീർത്തനം 51-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. എന്നിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതേ എന്ന് ദാവീദ് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് കേണപേക്ഷിക്കുകയാണ്. കാരണം അവിടെ ഒരു മരണം സംഭവിച്ചു. മരണം കാണാതിരുന്ന ഒരു മനുഷ്യ വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ടാണ് ആത്മശരീരങ്ങളോട് കൂടെ വിശുദ്ധിയോടുകൂടി എടുക്കപ്പെടുക. നമ്മൾ അതുപോലെ ബൈബിളിൽ കാണുന്നുണ്ട് ഹനോക്ക് എന്ന ഒരു പ്രവാചകനെക്കുറിച്ച്, ഏലിയ എന്ന പ്രവാചകനെക്കുറിച്ച്. ഇവരെല്ലാം മരണം കാണാതെ സംഭവിക്കപ്പെട്ടവരാണെന്ന് വിശേഷിക്കപ്പെടുന്നു. കാരണം ഇതെല്ലാം മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം. ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ രഹസ്യങ്ങളും ഒക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് നമുക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കുക. പ്രഭാഷൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രഭാഷൻ്റെ പുസ്തകം 48-ാം അധ്യായത്തിൽ ഏലിയായെക്കുറിച്ച് പറയുകയാണ്. അതിൽ 9-ാം തിരുവചനത്തിൽ പറയുകയാണ്, അഗ്നിഐശ്വര്യങ്ങളെ ബന്ധിച്ച രഥത്തിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിലാണല്ലോ നീ സംവഹിക്കപ്പെട്ടത്. ആ ഏലിയ പ്രവാചകനെക്കുറിച്ചാണ് ഈശോ പിന്നീട് പറയുക. നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ വരാനിരിക്കുന്ന ഏലിയ സ്നാപയോഹന്നാനാണെന്ന് ഈശോ വെളിപ്പെടുത്തുകയാണ്. കാരണം ഇതിൻ്റെ അകത്തെല്ലാം ആ ദൈവിക രഹസ്യങ്ങളുണ്ട്.
തീഷ്ണതയാൽ കത്തി ജ്വലിക്കപ്പെട്ടതാണ് ഏലിയ പ്രവാചകൻ. ആ ഏലിയ പ്രവാചകൻ്റെ ആത്മാവ് സ്നാപയോഹന്നാനിൽ വന്നപ്പോഴും സ്നാപയോഹന്നാൻ കത്തി ജ്വലിക്കുകയാണ് തീഷ്ണതയാൽ. സ്നാപയോഹന്നാൻ്റെ വാക്കുകളും പന്തം പോലെ ജ്വലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിൽ പ്രഭാഷകൻ്റെ പുസ്തകം 48:1 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയ പ്രവാചകൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിക്കുകയാണ്. ഈ ജ്വലനമാണ് തീഷ്ണത. മനുഷ്യരായ നമുക്കാർക്കും തീഷ്ണത ഇല്ലാതെ വരുമ്പോൾ തിന്മ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. തീഷ്ണത കൂടുന്തോറും പീഡനങ്ങൾ, സഹനങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോൾ എന്തു ചെയ്യും? കർത്താവിനെ ഉപേക്ഷിച്ച് നമ്മൾ പോകും. ഈ തീഷ്ണത കൊണ്ട് ജ്വലിച്ച് വരുമ്പോഴാണ് അവിടെ അഗ്നിയായി മാറുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 15-16 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, കർത്താവ് അഗ്നിയിലെഴുന്നള്ളും, അവിടുത്തെ രഥം കൊടുങ്കാറ്റ് പോലെ, അവിടുത്തെ ഉഗ്രക്രോധം ആഞ്ഞടിക്കും, അവിടുത്തെ ശാസനം ആളിക്കത്തും. കർത്താവ് അഗ്നി കൊണ്ട് വിധി നടത്തും, എല്ലാ മർത്യരുടെ മേലും വാളുകൊണ്ട് വിധി നടത്തും. കർത്താവിനാൽ വധിക്കപ്പെടുന്നവർ അസംഖ്യമായിരിക്കും. എങ്ങനെയാണ്? ഈ ദൈവത്തിൻ്റെ അഗ്നിയാണ് തിന്മയെ കരിച്ചില്ലാതാക്കുക. അശുദ്ധിയെ അഥവാ പാപത്തെ കരിച്ച് ഇല്ലാതാക്കുന്നത് ദൈവത്തിൻ്റെ അഗ്നിയാണ്. ഈ തീഷ്ണത കൊണ്ട് നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ അഗ്നിയായി നമ്മളിൽ വന്ന് വസിക്കുക. ഈ വിശുദ്ധർക്കൊക്കെ ആത്മീയ പ്രചോദനങ്ങൾ, ആത്മീയ വെളിപ്പെടുത്തലുകൾ, ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ വരുന്നത് അവരുടെ ആത്മാവിൽ അഗ്നി ജ്വലിക്കുമ്പോഴാണ്. അവർ പ്രാർത്ഥിച്ച് ദൈവവുമായിട്ട് ഒന്നായി തീരുമ്പോൾ അവർ അഗ്നിയായി മാറുകയാണ്. ഈ ഏലിയ പ്രവാചകൻ എന്ത് ചെയ്തു? അനന്തരം പ്രവാചകനായ ഏലിയ അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ടു, അവൻ്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. അവൻ അവരുടെ മേൽ ക്ഷാമം വരുത്തി, അവൻ്റെ തീഷ്ണതയാൽ അവരുടെ എണ്ണം ചുരുങ്ങി. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. 3 പ്രാവശ്യം അഗ്നി ഇറങ്ങി. ഏലിയ, അത്ഭുത പ്രവൃത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. കണ്ടോ, ഏലിയായെക്കുറിച്ച് പറയുകയാണ്, അത്ഭുത പ്രവർത്തികളിൽ നീ എത്ര മഹത്വമുള്ളവൻ. 3 പ്രാവശ്യം അഗ്നി ഇറങ്ങി. കർത്താവിൻ്റെ വാക്കുകൊണ്ട് അവൻ ആകാശവാതിലുകൾ അടച്ചു. രാജാക്കന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏലിയ പ്രവാചകൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്. മഴ പെയ്യിപ്പിക്കാനും മഴ നിയന്ത്രിക്കാനും ഒക്കെയുള്ള കൃപ നീതിമാനായ ഏലിയ പ്രവാചകന് ദൈവം കൊടുക്കുന്നുണ്ട്. അതാണ് ഈ അഗ്നിയുടെ പ്രത്യേകത. അതുപോലെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ പറയുന്നൊരു വചനമുണ്ട്, സിയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ജനതകൾ നിൻ്റെ നീതീകരണവും രാജാക്കന്മാർ നിൻ്റെ മഹത്വവും ദർശിക്കും. കർത്താവ് വിളിക്കുന്ന ഒരു പുതിയ പേരിൽ നീ അറിയപ്പെടും. കർത്താവിൻ്റെ കയ്യിൽ നീ മനോഹരമായ ഒരു കിരീടവും നിൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഒരു രാജകീയ മകുടവുമാകും. ഇതിൽ പറയാണ്, സിയോൻ്റെ ന്യായം പ്രഭാതം പോലെയും ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെയും പ്രകാശിക്കുന്നത് വരെ അവളെ പ്രതി ഞാൻ നിഷ്ക്രിയനോ നിശബ്ദനോ ആയിരിക്കുകയില്ല. ജെറുസലേമിൻ്റെ രക്ഷ ജ്വലിക്കുന്ന പന്തം പോലെ ജ്വലിക്കുന്ന പന്തം പോലെയാകുക. അത്രമാത്രം സഹനങ്ങളിലൂടെയും ഒറ്റപ്പെടുത്തലുകളിലൂടെയും എല്ലാം കടന്നു പോയപ്പോഴാണ് ദൈവിക ചൈതന്യം ഇറങ്ങി വരിക. അതാണ് ഈ തീഷ്ണതയാൽ ജ്വലിക്കുമ്പോൾ. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം അവിടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് വേദന അനുഭവിച്ച്, അവർ ഒത്തിരിയേറെ വേദന അനുഭവിച്ച് അത്യുന്നതനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് ജ്വലിക്കുന്ന മുൾപടർപ്പിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുക. അവിടെയും ഒരു ജ്വലിക്കുന്ന തീജ്വാല നമ്മൾ കാണുന്നുണ്ട്. ആ ജ്വലിക്കുന്ന തീജ്വാലയിലാണ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ മോശയ്ക്ക് ലഭിക്കുക. അതിലൂടെ ആ ജനത്തെ രക്ഷിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളിലും കർത്താവിൻ്റെ അഗ്നിയായി മാറണം. ഈ അഗ്നിയായി മാറണമെങ്കിൽ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് ആവശ്യമാണ്. നമുക്ക് മുമ്പേ പോയ സകല വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് ആവശ്യമാണ്. ഒറ്റപ്പെടുത്തലുകൾ, പീഡനങ്ങൾ, സഹനങ്ങളിലും എല്ലാം ഈശോയെ പ്രതി സന്തുഷ്ട ഹൃദയം നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ജ്വലനം നമ്മളിൽ സംഭവിക്കും.
തിന്മയ്ക്ക് അവിടെ നിൽക്കാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷൻ്റെ പുസ്തകം 44-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഹനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി, അവൻ ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിൻ്റെ മാതൃകയാണ്. ഈ അനുതാപത്തിൻ്റെ മാതൃകയാണ് ഹെനോക്ക്. അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ വന്നതും അനുതാപത്തിന് വഴിയൊരുക്കാനാണ്. ഇവരെല്ലാം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ് പറയുക. മരണം കാണാതെ ജീവിക്കാൻ പറ്റുന്ന മനുഷ്യനുണ്ടോ എന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ ഇവിടെ നമുക്ക് ഇവരിലൊക്കെ ഈ മരണം കാണാത്ത ഒരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അനുതാപം എടുക്കുന്നതിലൂടെ, പാപബോധം നമ്മൾ സ്വീകരിക്കുന്നതിലൂടെ മരണത്തെ കാണാതെ നമുക്ക് ദൈവവുമായിട്ടൊന്നായിത്തീരാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ആരെങ്കിലും ഈശോയോട് ചേർന്ന് ജീവിച്ചാൽ അവന് മരണം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മീയമായ മരണമാണ്. നമ്മുടെ ഈ ഭൗമിക ശരീരം ഒരു സമയത്ത് നമ്മളെ ഉപേക്ഷിച്ചു പോകും. അതല്ല, നമ്മുടെ ആത്മീയ മരണം സംഭവിക്കാതിരിക്കുന്നതിന് ഒരു സാക്ഷ്യമാണ് പരിശുദ്ധ മറിയം, ഹെനോക്ക്, ഏലിയ പ്രവാചകനൊക്കെ. ഇവരൊക്കെ അനുതാപത്തിൻ്റെ മാതൃകയായിരുന്നു, എളിമയുടെ മാതൃകയായി തീർന്നു. അപ്പോൾ ഈ ഒരു ചൈതന്യം പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നമുക്കും സ്വീകരിക്കാൻ പ്രാർത്ഥിക്കാം. അതാണ് ഈ ആത്മീയ മരണത്തിൽ കുമ്പസാരത്തിലൂടെ വീണ്ടും നമുക്ക് ആ ചൈതന്യം തിരിച്ച് പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ 2 സുപ്രധാന നിമിഷങ്ങളിൽ പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ മരണസമയത്തും സാത്താൻ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്നാണ് നമ്മൾ പരിശുദ്ധ മറിയത്തോട് യാചിക്കുക. ഈ 2 സമയങ്ങളിലും പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കുകയാണ്. ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുമ്പോഴും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനവും 45-ാം തിരുവചനവും എല്ലാം കൂടെ കൂടിച്ചേർന്ന ആ ദൈവവചനമാണ് നമ്മൾ ഓരോ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥന ജപിക്കുമ്പോഴും നമ്മളിലുണ്ടാകുക. ആ പരിശുദ്ധ മറിയത്തോട് നമുക്ക് മധ്യസ്ഥം വഹിക്കാം. അമ്മയുടെ ചൈതന്യത്തിൽ നമ്മളെ നിറച്ച് ആ ഈശോയുമായിട്ട് ലയിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പരിശുദ്ധ മറിയത്തോട് നമുക്ക് മധ്യസ്ഥ യാചിക്കാം. ലിയോ 13-ാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ഈ വത്തിക്കാൻ കൊട്ടാരം മുഴുവൻ പരിശോധിച്ചാലും കൊന്തയേക്കാൾ വിലയേറിയ ഒരു നിധിയോ നിക്ഷേപമോ കണ്ടെത്തുവാൻ സാധിക്കില്ല എന്നാണ് പറയുക. അത്രയും ശക്തിയുള്ളതാണ് ഓരോ നന്മ നിറഞ്ഞ മറിയമേ. അപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ ഈ സ്വർഗാരോപണ തിരുനാളിൽ പരിശുദ്ധ മറിയത്തോട് നമുക്കും യാചിക്കാം. ആത്മശരീര വിശുദ്ധിയോട് ചേർന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആ മറിയത്തിൻ്റെ ചൈതന്യം ഞങ്ങളിലും പ്രവേശിക്കുവാനും മരണം കാണാതെ ജീവിക്കാൻ കഴിയുന്ന മനുഷ്യനുണ്ടോ എന്ന് ദാവീദ് ദൈവത്തോട് യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അങ്ങനെ മരണം കാണാതെ ജീവിച്ച വ്യക്തിയാണ് പരിശുദ്ധ മറിയം. ആ മറിയത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായും നമ്മളെയും ഈശോയുടെ സന്നിധിയിൽ എത്തിക്കും എന്ന പരിപൂർണ വിശ്വാസത്തോടെയും നമ്മൾ ഈശോയുടെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മളെ വിശ്വാസത്തിലും ചൈതന്യത്തിലും പിടിച്ചു നിർത്തുവാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.